ഇന്നസെൻസ് സാർ കുട്ടിക്കാലത്ത് എന്ത് കളിയാ കളിച്ചിരുന്നത്? ഞാൻ കളിച്ച കളികളൊക്കെ ഒന്നും ഇവിടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മോളെ നീയേ മര്യാദക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഈ ജാതിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം എനിക്ക് മകനുണ്ട്, മകൻ്റെ ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, ഞാൻ നല്ല വയസ്സായിട്ടുള്ള ആളാണ്, മനസ്സിലായോ? എന്നിട്ട് ഈ വക അക്രമങ്ങളൊക്കെ ചോദിച്ചാൽ എങ്ങനെയാന്ന്? ഞാനന്ന് അന്ന് കാലത്ത് ഞാൻ എപ്പോഴും നല്ല പ്രായം ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നല്ല പ്രായമുണ്ട് എനിക്ക്. അപ്പം ഞാനിങ്ങനെ ഈ ടീച്ചേഴ്സ്, ലേഡി ടീച്ചേഴ്സ് ഞങ്ങളുടെ വരാന്തയിൽ കൂടെയാണ് ടോയ്ലറ്റിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ടീച്ചറുണ്ട്, തുന്നൽ ടീച്ചർ, അങ്ങനെ ഇവരിങ്ങനെ പോകണം. അപ്പോൾ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ സ്റ്റഡി ടീച്ചർ, സയൻസിൻ്റെ, അവരിങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ നിന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കും. കാരണം അവരെന്തെങ്കിലും പറയും, എന്നെ എന്തെങ്കിലും ഇരുന്ന് പഠിച്ചുവിടറോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവരവിടുന്ന് ഇങ്ങനെ വരണം കണ്ടപ്പോൾ ഒരു വർത്തമാനം പറഞ്ഞ 5-6 പേരുണ്ട്. വർത്തമാനം പറഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരണം കണ്ടപ്പോൾ ഇവിടുന്ന് പുതിയതായിട്ട് വന്നൊരു മാഷുണ്ട്. അയാൾ ഇത്തിരി കുഴപ്പമാണ്. എനിക്ക് നല്ല പ്രായമുണ്ട് കേട്ടോ. കുഴപ്പക്കാരെ കണ്ടാലറിയാം അവരുടെ രോഗം എനിക്കുണ്ട്. അങ്ങനെ ഈ മാഷ് ഇവരുടെ ഈ ഗ്രൂപ്പിൻ്റെ അടുത്തെത്തിയപ്പോൾ അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇവിടെ ചാരി നിൽക്കുക. ആ ചുമരിലല്ല, ക്ലാസ്സിൻ്റെ ചുമരിൽ. എന്തിനാ വെച്ചാൽ അയാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കേൾക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചാരി ജനലിൻ്റെ പുറത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്താ സരസ്വതി ടീച്ചർക്കൊരു ക്ഷീണം, ഈ കൂട്ടത്തിലെ ഒരു ടീച്ചറെ. അപ്പോൾ അതിൽ വേറൊരു ടീച്ചർ പറഞ്ഞു, അറിഞ്ഞില്ലേ സരസ്വതി ടീച്ചറുടെ ഹസ്ബൻഡ് മിനിഞ്ഞാന്നല്ലേ വന്നേ ദുബായിന്ന്, മനസ്സിലായില്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ആ ചോദ്യവും നന്നായി, ഉത്തരവും നന്നായി, എനിക്കൊരു സുഖം കിട്ടി, മനസ്സിലായില്ലേ? ഞാനപ്പോൾ ചുമരിൻ്റെ അവിടേക്ക് ഇങ്ങനെ ചാരി ഇങ്ങനെ നിന്നു. ഈശ്വര ദൈവമേ, നീ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സുഖം തരുന്നുണ്ട് കേട്ടോ. ടീച്ചറുടെ മുഖം, ടീച്ചറൊന്ന് നാണിച്ച് പോയി. അത് ഞാൻ ക്ലാസ് ലീഡറാണ്. അത് കഴിഞ്ഞ് അപ്പം തന്നെ എൻ്റെ കയ്യിൽ എന്നോട്, ഞാൻ പോയിട്ട് വേണേൽ ചോക്ക് എടുക്കാനൊക്കെ ഓഫീസ് റൂമിലേക്ക് ചോക്ക് എടുത്തിട്ട് ഞാൻ ചോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസ് റൂമിലേക്ക് ഇങ്ങനെ പോണ വഴിക്ക് നമ്മുടെ ഈ ടീച്ചർ, സരസ്വതി ടീച്ചർ, വേറൊരു ക്ലാസ്സിലേക്ക് പുസ്തകവും ഇതായിട്ട് ഇങ്ങനെ പോവുക. അവർക്ക് ഞാൻ അവരുടെ ഒപ്പം ഓടിയെത്തിയിട്ട് ഞാൻ പറഞ്ഞു, വലിയ ക്ഷീണമൊന്നും ഇല്ല കേട്ടോ. ആ വഴിക്ക് ആ ടീച്ചർ അവിടെ ചെക്ക അവിടെ നിന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ സുഖങ്ങൾ അനുഭവിച്ച് വന്ന ആളാണ് ഞാൻ എന്നറിയോ? അത് മനസ്സിലാക്കുക. എനിക്ക് പിന്നെ ഒരു സുഖവും വേണ്ട, ഒന്നും വേണ്ട. സുഖം വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഇപ്പം നിങ്ങൾക്കൊരു സുഖം കിട്ടിയില്ലേ? ഇത് കേട്ടപ്പോൾ അത്രയേ ഉള്ളൂ.